സോ ഇവിടെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ക്ലാസ് പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലേ. എന്നിട്ട് പ്രൊഡക്റ്റ് ക്ലാസ് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടാക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, ഇവിടെ കൺസ്ട്രക്ടറിൽ നമ്മൾ ബേസിക്കലി എന്ന് വെച്ചാൽ ടൈറ്റിൽ, ഇമേജ്, URL, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ പാസ് ചെയ്തിട്ട് കൺസ്ട്രക്ടറിൽ നിന്ന് അത് കറണ്ട് ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ദിസ് ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇവിടെ ദിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ആകുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അത് ന്യൂ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ഒബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ, ഇമേജ്, URL, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ആവും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ നമ്മൾ ചുമ്മാ എഴുതി ഒരു മെത്തേഡ് എഴുതി വെച്ച് പ്രിൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പക്ഷേ യൂസ് ഇല്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഒരു മെത്തേഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചു മാത്രം. ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രം, പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രം. സോ സിമ്പിളായി പറഞ്ഞാൽ പ്രോഡക്റ്റ് ക്ലാസ് മെയിൻലി ഡാറ്റ കണ്ടെയ്നർ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ റെൻഡറിങ് ലോജിക്ക് മുഴുവൻ ഒരേ പ്ലേസിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് കോഡ് സ്ട്രക്ചർ ഇമ്പ്രൂവ് ആയിട്ടില്ല ഇപ്പോഴും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ലോജിക്ക് സ്പ്ലിറ്റ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യുക. ഒരു ക്ലാസ് ഡാറ്റ ഹോൾഡ് ചെയ്യട്ടെ, മറ്റൊരു ക്ലാസ് റെൻഡറിങ് ഹാൻഡിൽ ചെയ്യട്ടെ, ഇനിയും വേണമെങ്കിൽ മറ്റൊന്ന് ലിസ്റ്റ് മാനേജ് ചെയ്യട്ടെ. അങ്ങനെ കൂടുതൽ കോഡ് റീഡബിലിറ്റിയും സ്ട്രക്ചേർഡും ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്ലാസ്സാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് ക്ലാസ് പ്രോഡക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കൺസ്ട്രക്ടർ എഴുതാണ്. ഓക്കെ, കൺസ്ട്രക്ടറിൽ പ്രോഡക്റ്റ് മെത്തേഡ് ഒബ്ജക്റ്റ് വരും. സോ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ദിസ് ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കോഡ് എഴുതിയിട്ട്. ഞാൻ ഒരു മെത്തേഡും കൂടി ആഡ് ചെയ്യണം, റെൻഡർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ റെൻഡർ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ റെൻഡർ മെത്തേഡിൽ എഴുതിയിട്ടുണ്ടല്ലോ ഓരോ LI നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ LI നമ്മൾ എടുത്തിട്ട് ഇവിടെ വരെ എടുക്കാം. നമുക്ക് അത് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ റെൻഡർ മെത്തേഡിൽ പേസ്റ്റ് ചെയ്യണം. സോ എൻ്റെ ഓരോ ഐറ്റം ഞാൻ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഡിയലിലേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമ്മൾ റിട്ടേൺ പ്രോഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്തിരുന്നു ഇപ്പോൾ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം, ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം എന്താ നമ്മൾ എഴുതിയേക്കണമെന്ന് ചെക്ക് ചെയ്യാനായിട്ട്. സോ നമുക്ക് ആഡ് ചെയ്യുന്ന നെക്സ്റ്റ് ക്ലാസ് ബേസിക്കലി പ്രൊഡക്റ്റ് ഐറ്റം ആണ്. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് ഐറ്റം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചാൽ സിംഗിൾ പ്രൊഡക്റ്റ് ഐറ്റം റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പില്ലോ ആയാലും ഒരു കാർപ്പറ്റ് ആയാലും സ്ക്രീനിലുള്ള ഒരു പ്രൊഡക്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലോജിക്കാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ കൺസ്ട്രക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മനസ്സിലാവും. ഇവിടെ ടൈറ്റിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇമേജ് മാത്രമല്ല, ഓരോ പ്രോപ്പർട്ടിയും ഇൻഡിവിജ്വൽ പാസ് ചെയ്യുന്നുമില്ല. ഇൻസ്റ്റഡ് എൻ്റയർ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് തന്നെ ഇവിടെ നമ്മൾ പാസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് ഐറ്റമിന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് ഇൻറ്റേർണലി ദിസ് ഡോട്ട് പ്രൊഡക്റ്റായി സേവ് ചെയ്യും. ഓക്കെ, ഇത് നല്ലൊരു അപ്രോച്ചാണ്. കാരണം ഒരു പ്രൊഡക്റ്റിന് വേണ്ട മുഴുവൻ ഡാറ്റ ഒരൊറ്റ ഒബ്ജക്റ്റിലേക്കാണ് ഓൾറെഡി ഉള്ളത്. സോ ഇനി റെൻഡർ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇവിടെ ഇനീഷ്യലി നമ്മൾ ഒരു LI ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു LI ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇന്നർ HTML ഉപയോഗിച്ചിട്ട് ഫുൾ HTML കണ്ടൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മുമ്പ് നമ്മൾ പ്രോഡ് ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നു ഇവിടെ. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ പ്രോഡ് ഡോട്ട് ടൈറ്റിലല്ല വരിക, നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ ബേസിക്കലി ഇവിടെ വരുന്നത് ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ നിന്നാണ് വരുന്നത്. സോ ടൈറ്റിൽ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ വരും. ടൈറ്റിൽ ഇവിടെ ചേഞ്ച് ആവും.
അതേപോലെ പ്രൈസും പിന്നെ ഡിസ്ക്രിപ്ഷനും കൂടി കറസ്പോണ്ടിംഗ്ലി ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇത്രയും ചേഞ്ച് ചെയ്തു എന്നിട്ട് ആക്സസ് ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഡാറ്റ ബേസിക്കലി എവിടെ കിടക്കുക, ദിസ് ഡോട്ട് പ്രൊഡക്റ്റിലാണ് കിടക്കുന്നത്. കണ്ടു വരുന്ന നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റ് ഡാറ്റ എവിടെയൊക്കെ ദിസ് ഡോട്ട് പ്രൊഡക്റ്റിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഇന്നർ HTML ഫോം എടുത്ത ശേഷം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ PRODL നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഈ മെത്തേഡ് DOM എലിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ അതിനെ എവിടേക്ക് അപ്പൻഡ് ചെയ്യണം എന്നത് ഡിസൈഡ് ചെയ്യുന്നില്ല. അതിന് പകരം ക്രിയേറ്റഡ് എലമെൻ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ റെൻഡറിങ് ഓഫ് സിംഗിൾ ഐറ്റം ഇവിടെ അപ്പൻഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു ക്ലീനർ ഡിസൈനാണെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യണം. സോ ബേസിക്കലി നമ്മുടെ ക്ലാസ് ഉണ്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ്. സോ ഇതിന് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് മാറ്റിയിട്ട് ഞാൻ ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യണം. സോ അതാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ്. ഓക്കെ, സോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ക്ലാസ് ഈ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രൊഡക്ട്സ് ഒരു അറേ എടുക്കുക. എന്നിട്ട് അറേയുടെ ഉള്ളിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് അറേ ബേസിക്കലി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റെൻഡർ മെത്തേഡും കൂടി എഴുതാം കറസ്പോണ്ടിംഗ്ലി. സെമിക്കോളൻ ഇവിടെ. ഓക്കെ, ഇനി റെൻഡർ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ലിസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് കാണിക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആപ്പ് എടുക്കുന്നു നമ്മൾ. പിന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ULM അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോർ ലൂപ്പും കൂടിയും കറസ്പോണ്ടിങ്ങിൽ ഇപ്പോൾ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ ഓക്കെ, ഇനി ഫോർ ലൂപ്പിൽ ബേസിക്കലി നമ്മളിവിടെ ഉള്ളിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കോൾ ചെയ്യണം. സോ നമ്മൾ കോൺസ്റ്റ് പ്രോഡക്റ്റ് ഐറ്റം എടുത്തിട്ട് ഈക്വൽ ടു ന്യൂ പ്രൊഡക്റ്റ് ഐറ്റം ഓഫ് നമ്മൾ എന്താ വിളിക്കുക വെച്ചാൽ പ്രോഡാണ് വിളിക്കേണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താ ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റ് ഇത് അപ്പൻഡ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഇത് ചെയ്തു. ഞാൻ ഡാറ്റ എടുത്ത് അപ്പൻഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് prod el എലമെൻറ്റിലേക്ക് ഞാൻ അപ്പൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാണ് പ്രോഡക്റ്റ് ഐറ്റം ഡോട്ട് റെൻഡർ മെത്തേഡ് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, സോ റെൻഡർ മെത്തേഡിൽ നമ്മൾ മുമ്പ് എഴുതിയിരുന്ന ഈ എലമെൻറ്റിൻ്റെ HTML എലമെൻറ്റ് ഫുൾ ഇവിടെ കിട്ടും. ഇനി ഇതിനെടുത്തിട്ട് നമുക്ക് അപ്പൻഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ UL നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സോ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കിട്ടുന്ന ഇതെന്ന് വെച്ചാൽ പ്രോഡ് എലമെൻറ്റ് PRODL നമ്മൾ അപ്പൻഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സോ ഫോർ ലൂപ്പ് നമ്മൾ കഴിഞ്ഞ് അതിന് റെൻഡർ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ആ റെൻഡർ ഹൂക്ക് എടുത്തിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് തിരിച്ച് എടുക്കുന്നു. അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞു ആ ലിസ്റ്റ് ഫുള്ള് ആപ്പിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സേവ് ചെയ്യാം.
ഓക്കെ. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ക്ലാസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓൾ പ്രോഡക്ട്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫുൾ ലിസ്റ്റ് റെൻഡർ ചെയ്യണം. ഇവിടെ പ്രൊഡക്ട്സ് എന്നൊരു ഫീൽഡ് ഉണ്ട് ബേസിക്കലി അല്ലേ. സോ ഇവിടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഫീൽഡാണ്. ഓക്കെ. സോ ഇവിടെ ഒരു ക്ലാസ് ഫീൽഡാണിത്. ഇവിടെ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ പ്രൊഡക്ട്സ് അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതിനുള്ളിൽ 2 പ്രൊഡക്ട്സ് ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് 2 ന്യൂ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിന് ഓട്ടോമാറ്റിക്കായി പ്രൊഡക്ട്സ് എന്ന പ്രോപ്പർട്ടിയും കൂടി ഉണ്ടാകും. അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഈ അറേ ആയിരിക്കും. ഇവിടെ ഈ കൺസ്ട്രക്ടർ നമുക്ക് വേണമെന്നില്ല, കാരണം ബേസിക്കലി കൺസ്ട്രക്ടർ ഒന്നും വേണമെന്നില്ല ഇവിടെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ, കാരണം പ്രൊഡക്ട്സ് നാം ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി റെൻഡർ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മളുടെ ആപ്പിൻ്റെ ഡോം എടുക്കുന്നുണ്ട്. ഓക്കെ. HTML ആപ്പ് എലമെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു UL ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ക്ലാസ് അസൈൻ ചെയ്യുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്ട്സ് അറേയിൽ ഓരോ പ്രൊഡക്റ്റും എടുത്ത് ബേസിക്കലി നമ്മളുടെ ലൂപ്പ് ചെയ്യുന്നത്. മുൻപ് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ HTML ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഐറ്റം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കറണ്ട് പ്രൊഡക്റ്റിനെ റിസീവ് ചെയ്യും ബേസിക്കലി. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ്സിൻ്റെ റെൻഡർ മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിന് ഒരു കംപ്ലീറ്റ് ഡോം എലമെൻറ്റ് റിട്ടേൺ ചെയ്യും. അതിനുശേഷം പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ ആ റിട്ടേൺഡ് എലമെൻറ്റ് ULലേക്ക് നമ്മളിവിടെ അപ്പൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഫൈനലി നമ്മളെന്ന് പറഞ്ഞാൽ ഫുൾ ലിസ്റ്റ് ആപ്പിലേക്ക് നമ്മളിവിടെ അപ്പൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് എന്ന് വെച്ചാൽ ഇനീഷ്യലൈസ് ചെയ്യണം ക്ലാസ്സിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്നുള്ളത്. സോ നമുക്കത് ഇനീഷ്യലൈസ് ചെയ്യാം. അത് നമ്മൾ എഴുതിയിട്ടില്ല, അത് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം ആ ക്ലാസ് പ്രൊഡക്റ്റ് ലിസ്റ്റ്. അപ്പോൾ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാണ് കോൺസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഈക്വൽ ടു ന്യൂ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ആ റെൻഡർ മെത്തേഡ് കോൾ ചെയ്യാം. പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ മെത്തേഡ് ഞാൻ കോൾ ചെയ്യുന്നു. ഓക്കെ. സേവ് ചെയ്യാം. സോ ഇനി വരുന്ന എക്സിക്യൂഷൻ പാർട്ടാണ്. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ റെൻഡർ മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ റെൻഡറിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ക്ലാസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രം ഒന്നും സ്ക്രീനിൽ കാണില്ല, അത് യൂസ് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, മെത്തേഡ് കോൾ ചെയ്യണം. അപ്പോഴാണ് ഔട്ട്പുട്ട് ബ്രൗസറിൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുക. ഇനിയൊരു സ്മോൾ പോയിൻറ്റും കൂടി പറയുക വെച്ചാൽ ക്ലാസ് ഓർഡറെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ടാക്കും. പ്രാക്ടിക്കലായി പറയുമ്പോൾ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിന് മെത്തേഡിൻ്റെ ഉള്ളിൽ റെഫർ ചെയ്യാം. സോ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ മെത്തേഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലായി യൂസ് ചെയ്യുന്ന കോഡ് റൺ ചെയ്യുന്ന മുമ്പ് ആവശ്യമായ ക്ലാസ്സസ് ഡിഫൈൻ ചെയ്തു വയ്ക്കണം. അത് മനസ്സിൽ വെച്ചാൽ മതി. സോ ടീച്ചിങ് പെർസ്പെക്റ്റീവിൽ പ്രൊഡക്റ്റ് പോലുള്ള സിമ്പിൾ ഡാറ്റ ആദ്യം വയ്ക്കുന്നത് കൂടുതൽ റീഡബിലിറ്റിയാണ്, നമ്മളിവിടെ എഴുതി വെച്ചതുപോലെ കണ്ടോ. സോ ഇത് ഞാൻ എടുത്തുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് പോലുള്ള സിമ്പിൾ ഡാറ്റ ക്ലാസ്സസ് നമ്മൾ ആദ്യം വയ്ക്കുന്നത് കുറച്ചും കൂടി റീഡബിലിറ്റിയാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് വെച്ചു, പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഐറ്റം ഫസ്റ്റ് സെക്കൻഡ് വെച്ചു, പിന്നെ അതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് വയ്ക്കുന്നത്. ഇനി ഈ ഓർഡർ യൂസ് ചെയ്യുന്നത് കുറച്ച് മനസ്സിലാക്കാനുള്ള റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. നമ്മളിനി എഴുതിയ കോഡൊന്ന് വർക്ക് ആവുന്നുണ്ടോയെന്ന് നോക്കാം. സോ ജസ്റ്റ് ഞാൻ ഒന്ന് റീലോഡ് ചെയ്യാം നമ്മുടെ ബ്രൗസറിൽ. എറർ ഒന്നും കൂടാണ്ട് വർക്ക് ആവുന്നുണ്ട് വെച്ചാൽ. സോ ഫൈനലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഴുതിയ കോഡ് വർക്ക് ആവുന്നുണ്ട്. സോ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് അല്ലേ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.